കോട്ടയത്തെ ഇരട്ടക്കൊലയിൽ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ് പിടിയിലായിരിക്കുകയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ ഒരു നിർണായക വിവരങ്ങൾ അമിതാണ് കൊലയാളി എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നടന്നു പോകുന്നയാൾ അമിത് ഒറാങ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലാൻ ഉപയോഗിച്ച മഴുവിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഇയാളുടേതാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇതിന് പിന്നാലെയാണ് മാളയിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടിയത്. മൊബൈൽ ഫോൺ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മോഷണ കേസുമായി ബന്ധപ്പെട്ട് അമിതിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമില് അമിതിന്റെ വിരലടയാളം ഉൾപ്പെടെ പോലീസ് അന്ന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്രീയ പരിശോധന ഫലത്തിൽ ഈ ഒരു വിരലടയാളവും സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച മഴുവിലെ വിരലടയാളവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടെയാണ് പ്രതിയെ ഉറപ്പിച്ചത്. എന്തായാലും അറസ്റ്റിലായ ഈ ഒരു പ്രതി കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. അവസാനമായി ഇയാളുടെ മൊബൈൽ ഫോൺ ഓണായപ്പോൾ അത് സേലത്തായിരുന്നു അതിന്റെ ലൊക്കേഷൻ കാണിച്ചിരുന്നത്. പ്രതിയുടെ കയ്യിൽ 10ഓളം ഫോണുകളും അതുപോലെ തന്നെ നിരവധി സിമ്മുകളും ഉണ്ട്. ഇതുപയോഗിച്ചാണ് ആളുകളെ ഇയാൾ ബന്ധപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ സേലത്തെ ടവർ ലൊക്കേഷൻ കാട്ടിയതിനു പിന്നിലെ ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു. എന്നാൽ കരുതലോടെ നീങ്ങിയ പോലീസ് മാളയിൽ നിന്നും ഇയാളെ പിടികൂടി. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. 2017 ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ട യുവ വ്യവസായിയായ ഗൗതം വിജയകുമാറിന്റെ മാതാപിതാക്കളാണ് ഇവർ. ഈ കേസിൽ CBI അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കേൾവി പരിമിതിയുള്ള തോട്ടക്കാരനായ ബോണ്ട് രാജ് ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അയാൾ അറിഞ്ഞിരുന്നില്ല. തിങ്കളാഴ്ച രാത്രി 12:30-നും 1-നും ഇടയിലായിരുന്നു ഈ ഒരു കൊല നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. വീട്ടിലെ മുൻ ജോലിക്കാരനായിരുന്നു ഈ ഒരു അസം സ്വദേശിയായ അമിത്. ഇയാളുടെ ഫോണിന് സേലത്ത് നിന്ന് സിഗ്നൽ ലഭിച്ചെങ്കിലും പിന്നീട് ഓഫായിരുന്നു. വിജയകുമാറിന്റെ ഫോൺ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഇയാൾ ജയിലിലുമായിരുന്നു. പുറത്തിറങ്ങിയതിനു ശേഷമാണ് വിജയകുമാറിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നതായും സൂചന കിട്ടിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ 2 മുറികളിലായിരുന്നു. കോടാലി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം തലയിണ കൊണ്ട് മുഖം അമർത്തി മരണം ഉറപ്പാക്കിയെന്നാണ് കരുതുന്നത്. വീടിന്റെ കതകിലും വീടിനുള്ളിലും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ അമിതിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയെന്നും ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചതും നഗരത്തിലെ ലോഡ്ജിലാണെന്നൊക്കെ പോലീസ് കണ്ടെത്തുകയാണ്. ഈ ഒരു പ്രതി പലതവണ വിജയകുമാറിന്റെ വീടിന് പരിസരത്തെത്തി ഈ ഒരു വീട് പരിസരമൊക്കെ വീക്ഷിക്കുമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ അമിത് ലോഡ്ജ് വിട്ട് വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷനിലും എത്തി. രാത്രിയോടെയാണ് പ്രതി ഈ ഒരു കൊലപാതകം നടത്താനായി വീട്ടിലെത്തിയത്. കൊലപാതകം നടന്ന തിരുവാതുക്കലിലെ 6 അടി ഉയരമുള്ള മതിലുകളോടുകൂടിയ വലിയ വീടിന് CCTV ക്യാമറകളും കാവൽ നായയും ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് കാവൽ നായ കുരച്ചില്ല. മാത്രവുമല്ല വീട്ടിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVRും കാണാനുമില്ല. ഇതോടെ ഇതൊരു മോഷണ ശ്രമമല്ല എന്ന് കൊലയ്ക്ക് കാരണമെന്ന് പോലീസിന് വ്യക്തമായി. 1 വർഷം മുൻപ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശി അമിത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് പ്രതികാരത്തിന്റെ തുടക്കം. രാവിലെ 8:30-യോടെ വീട്ടിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് അരുൺ കൊലയുടെ വിവരം പുറത്തറിയുന്നത്. വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ സ്വീകരണ മുറിയിൽ വിജയകുമാർ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം കണ്ടതെന്നാണ് ഈ ഒരു ജോലിക്കാരി പോലീസിന് നൽകിയ മൊഴി. തൊട്ടടുത്ത മുറിയിൽ ഭാര്യ മീരയുടെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ വിജയകുമാറിന്റെ മീരയുടെ മൃതദേഹം വടവാതൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തുള്ള മകൾ എത്തിയ ശേഷമാകും സംസ്കാരം.